കൂടുതലും പിള്ളേരാണ് ഇതൊന്ന് വാങ്ങുന്നത്. എൻ്റെ കാഴ്ചപ്പാട് ഞാൻ കണ്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന സ്റ്റുഡൻസാണ് വരുന്നത്. കാര്യം എന്താ പറയുക, സ്റ്റുഡൻസ് കോർണർ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ഈ ഏരിയ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, വടക്കൻ ക്ഷേത്രത്തിൽ ഏരിയ ഉണ്ട്. അവിടെ വരുന്ന മൊത്തം ഈ സ്റ്റുഡൻസ് പിള്ളേരാണ്. അവർ മിക്കവാറും ഒക്കെ എൻ്റെ ഒരു 80% ഉപയോഗിക്കുന്ന ആൾക്കാർ. അത് നമുക്കത് കണ്ടാൽ അറിയാം. കാര്യം ഞാനിത് കൊണ്ട് മിക്കവാറും ഇതിനകത്തുണ്ട്. ലഹരി ഇപ്പോൾ സർവ്വസാധാരണമാണ്. രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇത് സുലഭമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. കഞ്ചാവ്, മയക്കുമരുന്ന്, എന്തൊക്കെയോ നാക്കിനടിയിലിടുന്ന അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മുടെ മക്കളെ രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്തുണ കിട്ടുന്നുണ്ട്. പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ സർക്കാർ ഇത് കണ്ണടയ്ക്കുന്നതാണ് ബോധപൂർവ്വം. ലഹരി മാഫിയക്ക് രാഷ്ട്രീയക്കാരെ പിന്തുണ കിട്ടുന്നുണ്ടോ? ഇത് മിക്കവാറും ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. ആരെങ്കിലും ഒരു പിൻബലമില്ലാതെ നടക്കത്തില്ല സാറേ. കാര്യം എന്താ പറയുക, പ്രത്യേകിച്ചും ഈ ഇത്രയധികം ഒരു ബിസിനസ് ഇവിടെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു പുഷ് പുറത്തുനിന്ന് ഉണ്ടാവണം, തള്ളലുണ്ടാവണം. ഇല്ലാതെ ആർക്ക് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് തന്നെയല്ലേ അതിൻ്റെ സ്പോൺസർ. 29 ബാർ മറ്റൊരു ഉണ്ടാകുമ്പോണ്ടായിരുന്നു കോൺഗ്രസ് ഭരിക്കുമ്പോൾ. ഇപ്പോൾ 900 ആയി. അത് തന്നെ ഒന്നാണ്. അതുപോലെ തന്നെ ലഹരി പിടിക്കുന്നത് മുഴുവൻ അവരുടെ ആൾക്കാരാണ്. പക്ഷേ ലഹരി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒതുക്കുകയെങ്കിൽ അത് ഒതുങ്ങാവുന്ന സാധനമാണ്. പക്ഷേ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്നതാണ് ഈ ലഹരി. അതുകൊണ്ട് ഇത് എല്ലായിടത്തും കിട്ടുന്ന സുലഭമാണ്. മക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് എല്ലാ മക്കളും പിന്തിരിയണം. രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കണം. പെണ്ണും ആണും എല്ലാം കൂടെ. ഈ പറമ്പിൽ നടന്നു കഴിഞ്ഞാൽ 10,000 കണക്കിന് പിള്ളേർ സ്കൂൾ കഴിഞ്ഞിട്ടും അവരിവിടെ ചുറ്റിക്കറങ്ങുന്നതാണ്. അതിൽ പകുതിയും ഇതിൻ്റെ ആൾക്കാരാണ്. അതൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പ. കാരണം ലഹരിക്കാരാണ്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇത് പറഞ്ഞു, പക്ഷേ നാളെ തന്നെ ചിലപ്പോൾ ഇവിടെ ഇട്ടിട്ട് അവരുടെ ആൾക്കാർ എടുത്തിട്ട് വരും. അതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഇത് ഒതുങ്ങിയാൽ ഒതുങ്ങും.